ഹലോ. നമുക്കിന്ന് അതായത് ഞാൻ ബാംഗ്ലൂർ ഊബർ ഓടുന്നുണ്ട്. അപ്പം ബൈക്ക്. അപ്പം എനിക്ക് കിട്ടിയ ഏണിങ്സും എൻ്റെ അനുഭവവും കാര്യങ്ങളൊക്കെ പറയാം. ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച ഓടിയത്, അതായത് 20 മുതൽ 23 വരെ ഓടിയ ഒരു ഏണിങ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ദിവസം അത്യാവശ്യം നല്ലപോലെ ഓടി. സോറി, നെറ്റില്ല. സോ ഓക്കെ ഓക്കെ ആദ്യത്തെ ദിവസം, അതായത് വ്യാഴാഴ്ച, ഞാൻ 9 മണിക്കൂർ 27 മിനിറ്റ് ഓടി. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് 1400 രൂപ, 1399 രൂപ. അപ്പോൾ 1400 രൂപ പ്രോഫിറ്റ് കിട്ടി. സോ എനിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ചിലവായിരിക്കുന്നത് അതിൽ 240 രൂപയാണ് ഇതിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി ചിലവായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ നോക്കാം. നെറ്റ് ഫെയർ, അതായത് ഓട്ടത്തിൽ നിന്ന് മാത്രം എനിക്ക് കിട്ടിയത് 1149 രൂപയും 250 രൂപ ഇൻസെൻറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത്. പ്രൊമോഷൻ ആണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇൻസെൻറ്റീവ് ആണ് എനിക്ക് 250 കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇൻസെൻറ്റീവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഇൻസെൻറ്റീവ് ഇങ്ങോട്ട് മാറി മാറി വരും. അപ്പം നമുക്ക് അല്ലാതെ ഒരു ദിവസം ഓടിയാൽ 1149 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഞാൻ പെട്രോൾ അടിച്ച് 240 രൂപയ്ക്കാണ്. അപ്പം 240 1149 എന്ന് എന്താ പറയുക, കാൽക്കുലേറ്റർ എടുത്തിട്ട് നമുക്ക് 1149 മൈനസ്, റൗണ്ട് ചെയ്യാം, 1150 മൈനസ് 240, 910 രൂപ. എനിക്ക് 9.5 മണിക്കൂർ ഓടിയപ്പോൾ എനിക്ക് കിട്ടിയത് 910 രൂപയാണ്. ഇപ്പോൾ 16 ട്രിപ്പ് എടുത്തു. സോ രണ്ടാമത്തെ ദിവസം ഞാൻ ഓടിയത് 5 മണിക്കൂർ ഓടിയിട്ടുള്ളായിരുന്നു. 5 മണിക്കൂർ ഓടിയപ്പോൾ എനിക്ക് എന്താ പറയുക, അന്ന് 13 ട്രിപ്പ് എടുക്കാനും പറ്റി. സോ അന്ന് എനിക്ക് കിട്ടിയത് 745 രൂപയാണ്. ഇൻസെൻറ്റീവ് കൂട്ടാതാണ് എനിക്ക് 745 രൂപ കിട്ടിയത്. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പെട്രോൾ അടിച്ചത് എനിക്ക് തോന്നുന്നു 200 രൂപയ്ക്കാന്ന് തോന്നുന്നു, 220 രൂപയ്ക്ക് എന്തെങ്കിലും ആവണമെന്ന് തോന്നുന്നു. സോ അന്ന് എനിക്ക് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ 5 മണിക്കൂർ ഓടിയപ്പോൾ തന്നെ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടി. സോ പിന്നെ അടുത്ത ദിവസം ഓടിയതുണ്ടോ നിങ്ങൾക്ക് കാണാം, 37 മിനിറ്റ് ഓടിയപ്പോൾ തന്നെ എനിക്ക് 582 രൂപ പ്രോഫിറ്റ് കിട്ടി. സോ അത് കിട്ടിയെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇതിലൊരു ഇൻസെൻറ്റീവ് ഉണ്ട്. ഇത്ര ട്രിപ്പ് കംപ്ലീറ്റ്, ഒരു വീക്കിൽ 20 ട്രിപ്പ് അടിച്ചാൽ നമുക്ക് 500 രൂപ ഇൻസെൻറ്റീവ് കിട്ടും. പക്ഷേ അത് ഓരോ വീക്കിലും ഡിഫറൻ്റ് ആയിരിക്കും സാധനം. അപ്പം അങ്ങനെ എനിക്ക് ഈ വീക്കിൽ 2 ട്രിപ്പും കൂടെ മതിയായിരുന്നു 580 അടിക്കാൻ വേണ്ടി. സോ അന്ന് ഞാൻ 582 അടിച്ചു. എനിക്ക് 2 ട്രിപ്പ് അടിച്ചു, എനിക്ക് 582 രൂപ ഇൻസെൻറ്റീവ് കിട്ടി. അതാണ് കൊടുത്തിരുന്നത്. പിന്നെ ഒരു ദിവസം, ലാസ്റ്റ് ദിവസം 2 മണിക്കൂർ ഓടിയുള്ളൂ, 205 രൂപ. അന്ന് എനിക്ക് പറ്റിയില്ല ഓടെ. സോ ഇതാണ് എന്താ പറയുക, നമുക്ക് ഊബറിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ്. അപ്പം ഇതുപോലെ നമുക്കിനിയും എന്താ പറയുക, ഓല ഓടിയപ്പോൾ എനിക്ക് കിട്ടിയ ഏണിങ്സ്, ഊബറിൻ്റെ നമ്മളിപ്പോൾ കണ്ടല്ലോ. അപ്പം ഞാൻ ഓല ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് കാര്യങ്ങൾ പറയാം. സോ എന്നിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് പറയാം. എനിക്ക് ഓല ഓടിയപ്പോൾ കിട്ടിയത് എന്ന് വെച്ചാൽ, നോക്കട്ടെ ഇതിൽ എങ്ങനെയാണ് നോക്കുന്നത്. ഇതിൽ ഓപ്പറേറ്റർ ബില്ലാണോ, നെറ്റ് ഏർണിംഗ് ബൈ ഡേ ആയിരിക്കും അത്. ശനിയാഴ്ച ഞാൻ 22-ാം തീയതി ഓടിയപ്പോൾ എനിക്ക് 702 രൂപയാണ് കിട്ടിയത്. 22-ാം തീയതി ഓടിയപ്പോൾ, 22-ാം തീയതി ഞാൻ ഊബർ ഓടിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് 582 കിട്ടി. സോ എനിക്ക് രണ്ടും കൂടെ ഒരു 250 രൂപ എന്തോ കിട്ടി. അപ്പോൾ അന്നത്തെ നമുക്ക് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ടോട്ടൽ എത്ര അവർ വർക്ക് ചെയ്തു എന്ന് ഇതിൽ കൊടുത്തിട്ടില്ല. സോ പക്ഷേ 6 ട്രിപ്പ് എടുത്തു, 702 രൂപ പ്രോഫിറ്റ് കിട്ടി. ഇതിലൊരു ഏണിങ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പം ബ്രേക്ക് ഒരു വട്ടം കാണിച്ചു തരാം. ഓലയിൽ നമുക്ക് വേറെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ, ഊബറിലാണെങ്കിൽ നമുക്ക് ഫുഡ് ഡെലിവറി ഇല്ല. സോ മറ്റേ ഓട്ടോയും പിന്നെ അതായത് ബൈക്ക് റൈഡും ഇതുള്ളൂ, ഏതാ നമ്മുടെ പാക്കേജസ് ഡെലിവറീസ് മാത്രമേ ഉള്ളൂ. സോ ഊബറിൽ അത് രണ്ടേ ഉള്ളൂ. പക്ഷേ ഇതിലാണെങ്കിൽ, ഓലയിലാണെങ്കിൽ ഫുഡ് ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് ഗുണം പറയാം. അതിന് ഇൻസെൻറ്റീവിൻ്റെ കാര്യം കാണിച്ചു തരാം. എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ, ഇൻസെൻറ്റീവിൻ്റെ വരുന്നില്ല. ഞാൻ അത് എന്താ പറയുക, വരുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് ഊബർ ഓടിയാലും ഓല ഓടിയാലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഓലയ്ക്കാകുമ്പോൾ ഫുഡ് ഡെലിവറി ഉണ്ട്. നമുക്ക് എന്താ പറയുക, പാക്കേജ് അതായത് സാധനങ്ങൾ ഡെലിവറി ചെയ്യാറുണ്ട്. ഒരു സാധനം കൊടുത്തിട്ട് ഇവിടുന്ന് അപ്പുറത്തെ വേറൊരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കാം. പിന്നെ ബൈക്ക് റൈഡും ഉണ്ട്. സോ ഊബറിലാണെങ്കിൽ അത് രണ്ടും, ബൈക്ക് റൈഡും പാക്കേജ് ഡെലിവറി മാത്രമേ ഉള്ളൂ. സോ ഞാൻ നോക്കിയിട്ട് ഓലയാണ് കുറച്ചുകൂടെ ബെറ്റർ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ ഓലയെക്കാളും കുറച്ചുകൂടെ എമൗണ്ട് എനിക്ക് ഒന്ന് കൂടുതൽ കിട്ടുന്ന ഊബറിലാണെന്ന് തോന്നുന്നു. പിന്നെ ഊബറിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കിപ്പം നല്ല ഓട്ടം കിട്ടുന്ന സമയം എന്ന് വെച്ചാൽ, രാവിലെ ഒരു 8 മണി മുതൽ ഒരു 11 മണി 12 മണി വരെ ഓടുക. അപ്പോൾ എന്തായാലും നല്ല ഓട്ടം കിട്ടും. തിങ്കൾ മുതൽ വെള്ളി വരെ, അതായത് ഈ ഓഫീസ് ടൈമിലുള്ള ടൈമിൽ നല്ല ഓട്ടമായിരിക്കും. പിന്നെ വൈകിട്ട് ഒരു 4 മുതൽ ഒരു രാത്രി 11 മണി വരെ 12 മണി വരെ ഓടിയാൽ എങ്ങനെയായാലും ഒരു ദിവസം നമുക്കൊരു 1000, മിനിമം ഒരു 1200 രൂപ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും, ഇൻസെൻറ്റീവ് കൂട്ടാതെ. ഇൻസെൻറ്റീവും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡെയിലി നമുക്കൊരു 1300 അല്ലെങ്കിൽ 500 രൂപ, 1500 രൂപയ്ക്ക് 1600 രൂപ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇൻസെൻറ്റീവ് കൂടെ ആഡ് ചെയ്യാൻ കിട്ടും. അപ്പം ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പം ബെറ്റർ ഓലയാണ് ഊബറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഇതിലിപ്പം എന്താ പറയുക, കയറുന്ന ഫുൾ ഗേൾസ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് വേറൊരു ഗുണം. സോ പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് എന്താ പറയുക, അത്യാവശ്യം പൈസ കിട്ടും. വലിയ ടെൻഷനൊന്നുമില്ല. നമ്മൾ ഓടുക, ഒരാളെ ഇവിടുന്ന് കയറ്റി അവിടെ കൊണ്ട് വിടുക. അവിടുന്ന് മറ്റേ ഫുഡ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ ഫുഡ് ഇപ്പോൾ എടുത്തിട്ട് അവരുടെ റൂമിൽ കൊണ്ട് കൊടുത്തിട്ട് റൂം തുറന്ന് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഇത് പക്ഷേ അത്യാവശ്യം ടൈം എടുക്കില്ല. ഒരാളെ ഇവിടുന്ന് കയറ്റി അവിടെ കൊണ്ട് വിടുക, അത്രേ ഉള്ളൂ.
പിന്നെ ഇതിൻ്റെ ദോഷം നോക്കുകയാണെങ്കിൽ ഒരു ദോഷം എന്ന് വെച്ചാൽ ഈ ഓട്ടോക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളത് അങ്ങനെ പ്രശ്നം നേരത്തെ ആയിരുന്നു, ഇപ്പോൾ പക്ഷേ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഒരു 10, 200, 300 ടോട്ടൽ ഊബർ റൈഡ് എടുത്തിട്ടുണ്ട്. അപ്പം അത് അഥവാ ഓട്ടോക്കാരന്മാർ നമ്മൾ ഊബർ ഓടുകയാണെന്ന് അവർ അറിയുന്നത് എങ്ങനെ അറിയോ, നമ്മൾ ലൊക്കേഷൻ വെച്ച് ഫോണിൽ വെക്കുമ്പോൾ നമ്മുടെ ഊബറിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. ആ ഐക്കൺ ഇങ്ങനെ വട്ടത്തിലൂടെ കിടക്കും. അവരത് കാണുമ്പോഴാണ് നമ്മൾ ഊബർ ഓടുകയെന്ന് ചോദിച്ച് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് എന്താ പറയുക, മെയിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. സോ നമുക്കത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഒരു ഫോണിൽ കുറച്ച് ട്രിക്ക് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ അത് എങ്ങനെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നമ്മൾ പറഞ്ഞുതരാം. സോ പിന്നെ എന്താ പറയുക, അടുത്തത് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ദോഷം എന്ന് വെച്ചാൽ ഊബർ ഓടിയാൽ നമ്മുടെ ബൈക്കല്ല, നമുക്ക് ഇരിക്കുമ്പോൾ ഇരുന്ന് ഭയങ്കര നടുവേദനയും നമ്മുടെ തുടക്കൊക്കെ ഭയങ്കര അത്യാവശ്യം വേദന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ എന്താ പറയുക, ഞങ്ങൾക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ അവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത ഓർഡർ വരുമായിരിക്കും. ഞാൻ കുറച്ച് ബൈക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ എവിടെയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സസൈസ് ചെയ്യും. ഒന്ന് കൈയും കയ്യിൽ ബുക്ക് ചെയ്യും, കൈ മുട്ടുകളെ നിലത്ത് തുടങ്ങി നോക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രശ്നം സോൾവ് ആയി കിട്ടും. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ നമുക്ക് മൂത്രമൊഴിക്കാൻ പറ്റില്ല. മൂത്രമൊഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൽ ബാംഗ്ലൂർ ഫുൾ സിറ്റി അല്ലേ, സോ നമ്മൾ അതുപോലുള്ളൊരു ഏരിയ കണ്ടാലും അപ്പോൾ മൂത്രമൊഴിച്ചോണം. അങ്ങനെ ഒരു മൂത്രമൊഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കറക്റ്റ് മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ തന്നെ നമുക്ക് ഒഴിക്കാൻ പറ്റണമെന്നില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ അടുത്ത ഇതെന്ന് വെച്ചാൽ എന്താ പറയുക, അടുത്ത ദോഷം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ബൈക്ക് റൈഡാണ് അറിയാലോ, കുറച്ച് സേഫായിട്ടൊക്കെ ഓടിക്കാം. കുറേ ഇരിക്കുന്ന ആളെ ഹെൽമെറ്റ് വേണം. അങ്ങനെ ഇതൊക്കെ വേറെ ദോഷം എന്ന് പറയാനൊന്നുമില്ല. പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ടാക്കാം. വേറെ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആയിട്ട് നമ്മളിപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ഏണിങ്സിൻ്റെ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ ചാടിക്കറി മേ ബി വരാൻ നിങ്ങളുടെ മനസ്സിൽ തോന്നുമായിരിക്കും. പക്ഷേ ഇവിടെ തുടങ്ങി 1-2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ദേഹത്ത് വേദന അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും നമ്മൾ എന്താ പറയുക, കഷ്ടപ്പെടുക. ഏണിങ്സ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അത്യാവശ്യം ഡെയിലി ഒരു 1000 രൂപ എങ്ങനെയായാലും ഉണ്ടാക്കാൻ പറ്റും. ഒരു 10 മണിക്കൂറൊക്കെ ഡെയിലി നിങ്ങൾ വർക്ക് എടുത്ത് ഓടുവാണെങ്കിൽ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഓരോ ഓർഡർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ഓർഡർ കഴിയുമ്പോൾ ഒന്ന് എണീറ്റിട്ട് ജസ്റ്റ് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഒന്ന് നടക്കുക, അല്ലെങ്കിൽ നടക്കുകയും ചെയ്യണം. നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, അത് ചെയ്യണം. മസ്റ്റായിട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് വലുത് മറ്റെന്തിനേക്കാളും. സോ അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് അടിപൊളിയായിട്ട് പോകാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ബൈക്ക് കൂടെ നോക്കണം. എൻ്റെ ബൈക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ബൈക്ക് ആയതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സോ അത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ എനിക്ക് 120 രൂപ പെട്രോൾ അടിച്ചാൽ എനിക്ക് 70 കിലോമീറ്റർ 75 കിലോമീറ്റർ മേലെ ഓടാൻ പറ്റും. അപ്പം ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്യാണ് അടിക്കുന്നത്. 120 രൂപ പെട്രോൾ അടിച്ചിട്ട് 70 കിലോമീറ്റർ ഓടുമ്പോൾ എനിക്ക് അപ്പോൾ തന്നെ ഒരു ഏണിങ്സ് ഒരു 600 എങ്കിലും എന്തായാലും 650 രൂപ ഷുവറായിട്ട് കിട്ടും. 650 കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 70 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിരിക്കും. അവരിത് നോക്കാം. സോ മൈലേജ് ഉള്ള ബൈക്കാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ പറഞ്ഞല്ലോ, ലേഡീസിനെ പിക്ക് ചെയ്യാനായിരിക്കും കൂടുതലും ലേഡീസ് ആയിരിക്കും. നിങ്ങൾക്ക് സംസാരിക്കുന്നത് അവർക്ക് ജസ്റ്റ് നിങ്ങൾ സംസാരം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അവരിങ്ങനെ തുരുതുരാ സംസാരമായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. പിന്നെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഓഫീസിലൊക്കെ സ്ട്രെസ് ആയിട്ടൊക്കെ ഇരുന്ന് ധ്യാനം പിടിച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും മേ ബി. ഞാൻ ചുമ്മാ ജസ്റ്റ് എന്തെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ ഇവർ ഭയങ്കര സംസാരം. പിന്നെ നമ്മളോട് കേരളത്തിൽ എന്താ അങ്ങനെ എന്താ പാർട്ട് ടൈം ആയിട്ടൊക്കെ എന്താ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിക്കും. സോ നിങ്ങൾക്ക് സംസാരിക്കാൻ വളച്ച് വീഴ്ത്താൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഇത് അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വേറെ ഒന്നും കൊണ്ടും പറയാൻ ഓപ്പൺ ആയിട്ടാണ്. സോ പിന്നെ ഓക്കെ നമുക്ക് ഇൻസെൻറ്റീവ് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഓലയുടെ ഇൻസെൻറ്റീവ് ആണ്. അപ്പം ഓലയുടെ ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ 7 ദിവസം ടാസ്ക്, ഒരാഴ്ച, അതായത് തിങ്കൾ മുതൽ അടുത്ത ഞായറാഴ്ച വരെ. അന്ന് നമ്മൾ ടോട്ടൽ 120 ഓർഡർ എടുത്താൽ ഫുഡ് എങ്ങനെയായാലും 120 ഓർഡർ ഇത് സുഖമായിട്ട് അടിക്കാൻ പറ്റും. 1000 രൂപ എക്സ്ട്രാ കിട്ടും. പിന്നെ രണ്ടാമത്തെ എക്സ്ട്രാ എന്ന് വെച്ചാൽ 150 അടിച്ചാൽ 1500 എക്സ്ട്രാ കിട്ടും. അത് എക്സ്ട്രാ 500 കൂടെയാണോ കിട്ടുന്നത് അതോ 1500 ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും 1500 ടോട്ടൽ. അടുത്തത് എന്താ പറയുക, അടുത്ത 170 അടിച്ചാൽ 2200 കിട്ടും. പിന്നെ ഇതെന്താ സംഭവം, ഷോർട്ട് ടൈമിങ്സ് എല്ലാം ടൈമിങ്സ് കൊടുത്തേക്കാണ്. അതായത് രാവിലെ 12 മുതൽ രാത്രി 1, 12 മുതൽ പിറ്റേ ദിവസം രാത്രി 12 വരെ. ഡെയിലി ടാർഗറ്റ്. ഓക്കെ, ഡെയിലി ടാർഗറ്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 600 രൂപ ഏൺ ചെയ്താൽ എനിക്ക് ഒന്നും കിട്ടത്തില്ല. പക്ഷേ 625 ഏൺ ചെയ്താൽ അവരൊരു എക്സ്ട്രാ ഒരു 75 രൂപയും കൂടെ തന്ന് നമുക്കത് 700 ആക്കി ടോട്ടലാക്കും. പിന്നെ ആ 700 നിന്ന് നമ്മളൊരു 75 രൂപയും കൂടെ അടിച്ചാൽ അവർ എക്സ്ട്രാ ഒരു 125 രൂപ തന്ന് അവർ 900 ആക്കും. അങ്ങനെ ഡെയിലി നമുക്ക് ഒരു 1950 രൂപ കിട്ടും. അപ്പോൾ ഡെയിലി നമ്മൾ 1950 ഏൺ ചെയ്താൽ 3400 രൂപ അവർ ഇതൊക്കെ പ്രോഫിറ്റും കൂടെ ചേർത്ത് നമുക്ക് ടോട്ടൽ 3400 രൂപ ഉണ്ടാക്കാവുന്നതാണ് ഓല പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ഓട്ടോ കൊണ്ട് വരും. നല്ലപോലെ പണിയെടുത്താൽ നമുക്ക് ഡെയിലി ഒരു 3000 രൂപ ഉണ്ടാക്കാൻ പറ്റും. ഒരു മാസം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് 90000 രൂപ ഷോർട്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പെട്രോൾ ഒഴിവാക്കി നിർത്തിയാൽ ഒരു മാസം എങ്ങനെയായാലും ഒരു 85,000 രൂപ 85,000 ഉറപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ. കാരണം ഈ ഇതിന് ഇൻസെൻറ്റീവ് കിട്ടും. അത് നമ്മളങ്ങനെ ഡെയിലി ആ ടാർഗറ്റ് അടിക്കുവാണെങ്കിൽ ഈ ടാർഗറ്റ് സിമ്പിളായിട്ട് അടിക്കും. നമ്മുടെ വീക്കിലി ടാർഗറ്റ് സിമ്പിളായിട്ട് അടിച്ചു പോയിക്കോളും. അപ്പം നമുക്ക് നല്ലൊരു ഇൻസെൻറ്റീവ് കിട്ടും. അപ്പം ഇതാണ് എന്താ പറയുക നമുക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടും നല്ല അടിപൊളി പരിപാടിയാണ്, കുഴപ്പമില്ലാത്ത പരിപാടിയാണ്. സോ
അപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ അഥവാ ആർക്കെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എഴുതുക, അല്ലെങ്കിൽ മെസ്സേജ് ഇടുക. കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം എന്താ പറയുക, ഞാനപ്പോൾ എൻ്റെ പ്രൊമോഷൻ ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം. അപ്പോൾ എനിക്കും കുറച്ച് ബെനിഫിറ്റ് കിട്ടും. ഒരാളെ ഇൻവൈറ്റ് ചെയ്താൽ എത്ര കിട്ടും നോക്കട്ടെ. അല്ലേ അത് പിന്നെ നോക്കാം. ഞാനിപ്പോൾ സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ ഓപ്പൺ ആക്കി, ബോട്ടിൽ ലോ ആണ്. നമുക്ക് നോക്കാം ഓർഡർ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഓർഡർ വരുന്ന സാധ്യത കൂടുതലാണ് ഈ ടൈമിൽ. 6:30 അല്ലേ? ഓക്കെ, ഓർഡർ വരണം. ഓർഡർ കിട്ടത്തില്ല എന്ന് വേറെ സംബന്ധിച്ച് ഊബറിനാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓഫീസ് ടൈമിംഗ് വിടും, അതായത് 4 മുതൽ രാത്രി ഒരു ഓർഡർ വന്നു. അപ്പോൾ ഈ ഓർഡർ പറയുകയാണെങ്കിൽ ഈ സൗണ്ട് വേണം, ഒരു സൗണ്ട് നമുക്ക് കേൾക്കത്തില്ലായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ പറയുകയാണെങ്കിൽ അപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. എനിക്കത് വായിക്കാൻ പറ്റില്ല കേട്ടോ. ഗോശാല റോഡ് മുതൽ ഇവിടുന്ന് കുറച്ച് എന്തോ ഉള്ളായിരുന്നു, 5-6 കിലോമീറ്റർ ഉള്ളൂ. അടുത്ത ഓർഡർ വരുമ്പോൾ കിലോമീറ്റർ നോക്കി നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് വരും. അപ്പം ഓട്ടം കിട്ടുന്ന 170 രൂപ. ടോട്ടൽ 1.3 കിലോമീറ്റർ പിക്കപ്പ്, 15.6 കിലോമീറ്റർ അവർ കൊണ്ടുവരണം. സോ ടോട്ടൽ 16.17 കിലോമീറ്റർ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്ന ഒരു 165, 1 കിലോമീറ്റർ 9 രൂപ വെച്ച് എങ്ങനെയായാലും കിട്ടും. ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഓർഡർ ഈ ടൈമിലൊക്കെ ഓർഡർ എന്തായാലും വരും. നമ്മൾ ഈ ടൈമിങ്സ് നോക്കി വർക്ക് ചെയ്യാം. ഊബർ ഓലയും കൂടെ ഒരുമിച്ച് നമുക്ക് ഓടാൻ പറ്റും. ഊബറിൽ ഓട്ടം കിട്ടി ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓലയിൽ വന്നിട്ട് ഓല അത് ഓഫ്ലൈൻ ആക്കാം. എന്നിട്ട് ഊബർ പോകാം. ഓട്ടം ഊബറിനേക്കാൾ കൂടുതൽ ഓട്ടം കിട്ടുന്ന ഓലയിലായിരിക്കും. ഫുഡ് ഡെലിവറിയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്. സോ ഓലയിലാണ് ഓട്ടം കൂടുതൽ കിട്ടുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ചില സമയത്ത് ഒരു ഓർഡർ പോലും കിട്ടും. ശനി ഞായറൊക്കെ ഓർഡർ കിട്ടാൻ അത്യാവശ്യം കൂടുതലും ഷോകായിരിക്കും. സോ എന്താ പറയുക, ഷോകായിരിക്കും ശനി ഞായറൊക്കെ ഓർഡർ കിട്ടാൻ വേണ്ടി. നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ബാംഗ്ലൂർ വണ്ടി എടുത്തു, ഒരു ബൈക്ക് എടുത്ത് വണ്ടി എടുത്തു, ഊബറോ ഓലയോ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യുക, സെറ്റ് ആകുക. അത്യാവശ്യം കഷ്ടപ്പെട്ടാൽ ഒരു മാസം, ഞാൻ പറയാലോ, ഓലയാണെങ്കിൽ ഓലയിൽ ഇൻസെൻറ്റീവ് ഈ സംഭവം വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു 80,000 രൂപ വരെ ഒപ്പിക്കാൻ പറ്റും. അത് പക്ഷേ പട്ടിപ്പണി എടുത്താൽ എത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റും, നല്ല ഉറപ്പായിട്ട്. അതായത് പട്ടിപ്പണി വെച്ചാൽ പട്ടിപ്പണി എടുക്കണം, നല്ലപോലെ പണി കഷ്ടപ്പെടേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മളൊരു ആവറേജ് പണിക്ക് എടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഡെയിലി ഒരു 9 മണിക്കൂറൊക്കെയാണ് ഓടുന്നതെങ്കിൽ അയാൾക്ക് ഡെയിലി എങ്ങനെയായാലും ഒരു 1000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം മൈലേജ് ഉള്ള ഒരു ബൈക്ക് ആണെങ്കിൽ, കുഴപ്പമില്ലാത്ത ബൈക്ക് ആണെങ്കിൽ 1000 രൂപ വെച്ച് ഒരു മാസം നമ്മൾ ഓടിയാൽ 1200 കൂട്ടും. 1200 ഉറപ്പായിട്ട് അടിക്കാൻ പറ്റും. ഞാൻ അന്ന് 1000 രൂപ അടിച്ച ഏണിങ്സ് എന്ന് വെച്ചാൽ ഓടിയ സമയം ഞാൻ പറഞ്ഞുതരാം. അന്ന് ഞാൻ ഓടിയത് 8:45 മുതൽ 11:45 വരെയും, 9:45, 10:45, 11:45, അപ്പോൾ 3 മണിക്കൂറായി. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 5 മണി മുതൽ 6, 7, 8, 9, 10, 11 മണി വരെ എന്താണ്, 11:30 വരെ, 11 മണി, 5 മുതൽ അത് 4 മുതൽ 10 വരും. അങ്ങനെ എന്തോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത്രേ ഉള്ളൂ. അത്രയും ഓടി ബാക്കി ടൈമിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം, റൂമിൽ ഒന്ന് കിടന്നുറങ്ങാം. അങ്ങനെ ഓടിയപ്പോൾ നമുക്ക് പ്രോഫിറ്റ് മാത്രം, അതായത് പെട്രോൾ കൂട്ടാതെ നമുക്ക് 1000 രൂപ പ്രോഫിറ്റ് കിട്ടും. പെട്രോൾ എന്തോ കൂടുകയാണെങ്കിൽ 1200, 1400 എന്തെങ്കിലും കിട്ടുമായിരിക്കും. സോ അത് ചെയ്യുക. ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻവിറ്റേഷൻ ലിങ്ക് അയച്ചു തരാം. അപ്പം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് അങ്ങനെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. സോ അതുപോട്ടെ. പിന്നെ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. താല്പര്യമുള്ളവരൊക്കെ അടിപൊളിയാകുക, ജോയിൻ ചെയ്യുക, ഇവിടെ വരിക, പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, പോവുക. പിന്നെ ഓട്ടോക്കാരുമായിട്ട് വരുമ്പോൾ അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഫോണിൽ എന്താണ് ചെയ്യേണ്ടത്. പിന്നെ ഓട്ടോക്കാരന്മാർ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഭയങ്കര കുറവായിരിക്കും. അതൊന്നുമില്ല, അടിപൊളിയാകുക, നല്ലപോലെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, ഗേൾസിനെ പിക്ക് ചെയ്യാൻ പറ്റും, ഗേൾസിനെ വളർച്ചാൽ കളിക്കാൻ സാധ്യത കൂടുതലാണ്, കളി കിട്ടാൻ സാധ്യത കൂടുതലാണ്. സോ പൈസയും കിട്ടും, ഓട്ടോ ഓടി പൈസയും കിട്ടും, ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. നല്ലൊരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.